നമസ്കാരം ഷെരീഫ്. റെസ്റ്റോറൻറ്റ് മേഖല ഒരു വലിയ ലാഭകരമായിട്ടുള്ള ഒരു മേഖലയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഫുഡ് ഓറിയൻറ്റഡ് മേഖല ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യത വളരെ വലുതാണ്. കാരണം ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾക്ക് അനന്തമായിട്ടുള്ള ഒരു ബിസിനസ് വലിയ വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടാതെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ ഒരു സാമൂഹികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സത്യസന്ധമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടിയാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ് മേഖല എന്ന് പറയുന്നത്. കാരണം വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക എന്നുള്ളത് ഒരു ധാർമ്മികപരമായിട്ട് ഒരു വലിയ മൂല്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് റെസ്റ്റോറൻറ്റ് മേഖലകൾ നമ്മൾ കാണുന്നത് ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ ഭൂരിഭാഗം എണ്ണവും ഒരു വർഷം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഫിനാൻഷ്യലി വലിയ ക്രൈസിസിലും അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടച്ചു പൂട്ടി പോകുന്നതുമായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? കാരണം അധികം ആളുകളും ഈ വിദേശ രാജ്യങ്ങളിലെ തൊഴിലൊക്കെ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അവിടെ കമ്പനികളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവിടുത്തെ പല പ്രശ്നങ്ങൾ കൊണ്ടും ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ലാഭകരമായിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഫുഡ് ഓറിയൻറ്റഡ് ബിസിനസ്സുകൾക്കാണ് ഇന്ന് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കുന്നു. കാരണം കൊറോണ പോലുള്ള പാൻഡമിക് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തകരാതെ നിന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഫുഡ് ഓറിയൻറ്റഡ് ബിസിനസ്സുകളാണ്. മറ്റുള്ള എല്ലാ ബിസിനസ്സുകൾക്കും വലിയ തകർച്ചയും വലിയ പ്രതിസന്ധികളും നേരിട്ടപ്പോൾ എന്നാൽ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിലേക്ക് ഫുഡ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ മാറി എന്നുള്ളതാണ്. റെസ്റ്റോറൻറ്റുകളും കഫേകളും ആളുകളുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വലിയ സാധ്യതയും വർദ്ധിച്ചു. പക്ഷേ ആരംഭിക്കുന്ന ബിസിനസ്സുകളിൽ ഈ പറയുന്ന വിജയ സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണ്. എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളെ എടുത്ത് നമ്മൾ ഇന്ന് അതിനുള്ള പ്രതിവിധികളും നമ്മൾ ചർച്ച ചെയ്യുന്നു. പ്രധാനമായിട്ടും റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ അവർ വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെ വില നിലവാരം നിശ്ചയിക്കുന്നതിൽ അപാകതയാണ്. 2 അവിടെ കൊടുക്കുന്ന സർവീസുകളുടെ പോരായ്മകളാണ്. 3 അവർക്ക് യുണീക്കായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇല്ലാതെ പോകുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രധാന കാരണങ്ങളെ കൂടാതെ നിരവധി കാരണങ്ങൾ കൊണ്ട് ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യത വേറെയുമുണ്ട്. എങ്കിലും നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം റെസ്റ്റോറൻറ്റ് മേഖല എന്ന് പറയുന്നത് ഒരു സർവീസ് ഓറിയൻറ്റഡ് മേഖലയാണ്. എല്ലാവർക്കും അറിയാം. കാരണം ഒരു ഗസ്റ്റ് ആയിട്ടാണ് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം അവർ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത് പോലെയുള്ളൊരു ഗസ്റ്റ് ആയിട്ട് സ്വീകരിച്ച് അവർക്ക് സന്തോഷകരമായിട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് വിടുക എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്ന സർവീസ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കാണുന്ന റെസ്റ്റോറൻറ്റുകളിൽ എത്ര എണ്ണം ഇത്രത്തോളം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്? പല റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയാണ് അല്ലേ? അവിടെ ചോദിച്ച സാധനം കിട്ടിയിട്ടില്ല, അല്ലെ പിന്നെ വെയിറ്റർ മോശമായിട്ടാണ് പെരുമാറിയത്, അല്ലെങ്കിൽ കിട്ടിയ ഫുഡിൽ ഈ ഒരു ടേസ്റ്റ് ഇല്ല, ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ പിന്നെ മോശപ്പെട്ട ടേസ്റ്റ് ആയിരുന്നു, മോശപ്പെട്ട ഫുഡായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകളും പ്രശ്നങ്ങളുമാണ് അധിക റെസ്റ്റോറൻറ്റുകളും ഫേസ് ചെയ്യുന്നത്. എന്തായിരിക്കാം ഇതിനൊക്കെ കാരണം? ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. കാരണം ഇതേപോലെ അല്ലാതെ നല്ല രൂപത്തിൽ നടക്കുന്ന പല റെസ്റ്റോറൻറ്റുകളെയും നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു ഗസ്റ്റ് വന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരെ ഭക്ഷണം കഴിപ്പിച്ച് തിരിച്ചയക്കുന്ന എത്രയോ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ലല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മളുടെ റിക്രൂട്ട്മെൻറ്റ് മേഖലയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യം. സാധാരണഗതിയിൽ ഒരു ചെറുകിട റെസ്റ്റോറൻറ്റ് ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റാഫിംഗ് മെത്തേഡ് കൊണ്ടുവരാറുള്ളത്? നല്ല ഒരു ഷെഫിനെ നമ്മൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തും. നല്ല ഷെഫായിരിക്കും.
അദ്ദേഹത്തിന് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്ന ഒരു ഷെഫിനെ നമ്മൾ എന്തായാലും കൊണ്ടുവരും. ഇല്ലാതെ റെസ്റ്റോറൻറ്റ് നിലനിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ള മറ്റുള്ള സ്റ്റാഫുകളുടെ കാര്യത്തിൽ സർവീസ് മേഖലയിലോ അല്ലെങ്കിൽ ഷെഫിൻ്റെ അസോസിയേറ്റ് ചെയ്യേണ്ട ആളുകളുടെ മേഖലയിലോ അല്ലെങ്കിൽ നമ്മളെ വരുന്ന ഗസ്റ്റുകളെ ഒന്ന് സ്വീകരിച്ച് കൃത്യമായിട്ട് അവരുടെ സീറ്റിൽ കൊണ്ടുപോയി അവർക്ക് കൃത്യമായിട്ട് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മുടെ മാനേജർ പൊസിഷനിലിരിക്കുന്ന ആളുകളിലോ നമ്മൾ എന്ത് ചെയ്യാറില്ല, അത്ര വലിയ ശ്രദ്ധ ചെലുത്താറില്ല. ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. കാരണം ഷെഫിനെ നമ്മൾ നല്ല രൂപത്തിൽ കണ്ടെത്തി അദ്ദേഹത്തിന് നമ്മൾ കൃത്യമായിട്ടുള്ള സാലറിയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ തയ്യാറായി അദ്ദേഹത്തെ നമ്മൾ റിക്രൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ മറ്റുള്ള സ്റ്റാഫുകളുടെ സ്ഥിതിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വലിയ വിട്ടുവീഴ്ചകളാണ് ചെയ്യാറുള്ളത്. അതിനൊന്നുകിൽ നമ്മുടെ സുഹൃത്തുക്കളെയോ അല്ലെ ബന്ധുക്കളെയോ ഒക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും സാലറി കുറഞ്ഞ് എവിടെ നിന്ന് ആളുകളെ കിട്ടുമോ, അതർ സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ സാലറിക്ക് ഒരാളെ കിട്ടുക, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അവർക്കുള്ള എക്സ്പീരിയൻസോ അവരുടെ വ്യക്തിത്വമോ ഒന്നും നമ്മൾ അവിടെ പരിഗണിക്കാറില്ല. നമ്മൾ അവരെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്ത് നമ്മുടെ സ്ഥാപനം അങ്ങ് റൺ ചെയ്ത് തുടങ്ങും. പക്ഷെ തുടങ്ങുന്ന സമയം മുതലാണ് നമ്മൾ പ്രശ്നങ്ങൾ ആരംഭിച്ച് തുടങ്ങുന്നത്. വരുന്ന കസ്റ്റമറോട് ഇവർ വളരെ മാന്യമായിട്ട് പെരുമാറുന്നില്ല, അല്ലെ ഇവരുടെ ഈ കസ്റ്റമേഴ്സിന് നമ്മളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നിടത്ത് ഇവർ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ബിസിനസ്സിൽ വലിയ പ്രോബ്ലംസുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ബിസിനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രകളെ അത് തടസ്സപ്പെടുത്തും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പോംവഴികളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ കൃത്യമായിട്ട് റെസ്റ്റോറൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം അവരൊരു വെയിറ്ററായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ അവർ വെയിറ്റർ ഫീൽഡിൽ അവർ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവരുടെ വ്യക്തിത്വത്തിൽ അവരുടെ സംസാരത്തിൽ എല്ലാം അവർ കൃത്യമായിട്ടുള്ള മാന്യത പുലർത്തുന്ന ആളുകളാണ് എന്നുള്ളതും ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് പൊസിഷനുകളിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പരിചയസമ്പന്നരല്ലാത്ത വെയിറ്റേഴ്സിനെ പോലുള്ള സർവീസ് മേഖലയിലെ സ്റ്റാഫുകളെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഇല്ല. പക്ഷെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. എന്നിട്ട് അവരുടെ പ്രവർത്തന രീതികളെ നമ്മൾ വിലയിരുത്തിയിട്ട് അവരെ നമുക്ക് പറ്റുന്നവരാണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമേ നിങ്ങൾ അവരെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാവുള്ളൂ. അല്ല എങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്നു, ഗസ്റ്റിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗസ്റ്റ് പിന്നീട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ തേടി വരില്ല. കാരണം മോശപ്പെട്ട ഒരു അഭിപ്രായം അല്ല ഒരു അനുഭവം ഉണ്ടായ ഒരു ഗസ്റ്റ് ഒരിക്കലും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും വരില്ല. ഇവിടെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ ഗസ്റ്റിൻ്റെ മാത്രം ബിസിനസ് അല്ല നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഗസ്റ്റ് മറ്റ് പല ആളുകളോടും അയാളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അവരിൽ നിന്നുള്ള ബിസിനസ് കൂടി നിങ്ങൾക്കിവിടെ നഷ്ടപ്പെടും. നിങ്ങൾ നല്ല ഫുഡാണ് കൊടുക്കുന്നത്, നിങ്ങൾ നല്ല ഷെഫിനെ വെച്ചുകൊണ്ടാണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ റൺ ചെയ്യുന്നത് എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. ഫുഡ് നന്നായതുകൊണ്ട് മാത്രം ഒരു കസ്റ്റമർ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിലേക്ക് വരില്ല. അവിടെ നല്ല സർവീസ് കൂടി കൊടുക്കുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ കോമ്പറ്റേറ്റർ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് നിങ്ങളെക്കാൾ ബെറ്റർ സർവീസ് കൊടുത്തിട്ടുണ്ടാവും. ആ ബെറ്റർ അനുഭവങ്ങൾ ആ കസ്റ്റമേഴ്സിന് കിട്ടുന്നതോടുകൂടി കസ്റ്റമേഴ്സ് അവിടേക്ക് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമർ വരുന്ന അളവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് സൈഡിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് നല്ല ശമ്പളം കൊടുക്കുക, അവർക്ക് നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുക. കൂടാതെ അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നേരിട്ട് കേൾക്കുകയും അതിനുള്ള പ്രതിവിധികൾ കൊടുക്കുകയും ചെയ്യുക. അവരെപ്പോഴും സന്തോഷവാന്മാരായിട്ട് നിർത്തുക. കാരണം നല്ല സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഹാപ്പി മൈൻഡഡ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെയാണ് നേരിട്ട് ബാധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ. കാരണം സ്റ്റാഫിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് നിർത്തുക, അവരെ എപ്പോഴും ഗസ്റ്റുകളോട് നല്ല പെരുമാറ്റത്തിൽ
വരുന്നതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അവർ കൃത്യമായിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക അവർക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കളിലേക്ക് ഈ ബിസിനസ് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.